പ്രഭാത കിരണങ്ങളുടെ സ്വർണരശ്മികൾ പതിച്ച് സ്വർണവർണ്ണത്താൽ തിളങ്ങുന്ന വീട്ടുമുറ്റം. പ്രഭാത കർമ്മങ്ങൾ പൂർത്തിയാക്കി വർത്തമാന പത്രവുമായി മുറ്റത്തേക്ക് ഇറങ്ങി അടുത്തു കിടന്ന ഒരു കസേരയിൽ അമർന്നു. ആരോ ഒരാൾ ഗേറ്റ് കടന്നു വരുന്നു. മുഷിഞ്ഞു കീറിയ വേഷം, കുളിച്ചിട്ട് വളരെ നാളുകളായതുപോലെ പാറിപ്പറക്കുന്ന മുടിയിഴകൾ, ക്ഷൗരം ചെയ്യാത്ത മുഖം, കുഴിഞ്ഞു താഴ്ന്നതും ഉറക്കക്ഷീണം നിറഞ്ഞതുമായ കണ്ണുകൾ, ഒട്ടിയ വയർ, മെലിഞ്ഞുണങ്ങിയ ശരീരം, ശരിയായി ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായ ഭാവം. ഭുവനൻ, അഡ്വക്കേറ്റ് ഭുവനചന്ദ്രൻ, നാട്ടുകാരുടെ ഭുവനചന്ദ്രൻ വക്കീൽ. പക്ഷേ ഇന്നയാൾ വക്കീൽ പണിയില്ല. നാട്ടുകാരുടെ മുമ്പിൽ വെറും ഭുവനൻ, ഭ്രാന്തൻ ഭുവനൻ. ചിന്തകൾ സ്മൃതിപഥത്തിലൂടെ വളരെ വേഗം സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ധനികനും ധീരനും നാട്ടുപ്രമാണിയും ആദർശവാദിയുമായിരുന്ന പനമ്പിൽ കൃഷ്ണപിള്ളയുടെ രണ്ട് മക്കളിൽ മൂത്ത പുത്രനാണ് ഭുവനൻ എന്ന് വിളിക്കുന്ന ഭുവനചന്ദ്രൻ. ഭുവനചന്ദ്രൻ കൂടാതെ ഭാവന എന്ന മകളും. ഭാവനയുടെ ജനനത്തോടൊപ്പം തന്നെ അവർക്ക് അമ്മ നഷ്ടമായി. വൈദ്യശാസ്ത്രത്തിന് അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഭാവനയുടെ ജനന ദിവസം, അമ്മയുടെ മരണ ദിവസം, രണ്ടും ഒരു ദിവസം തന്നെ വന്നു ചേരുന്നു. പനമ്പിൽ കൃഷ്ണപിള്ള രണ്ടാമതൊന്ന് വിവാഹം കഴിച്ചു. അതിലൊരു മകളുണ്ട്, ഭവ്യ. ഭുവനൻ LLB പാസ്സായി, വക്കീൽ പണി തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ജീവിതം ഒരുവിധം കഴിഞ്ഞു പോവുകയാണ്. ഭുവനന് മറ്റാരും അറിയാത്തൊരു പ്രേമമുണ്ട്. ശാലീന സൗന്ദര്യവതിയായ ശാരിക. പള്ളിക്കൂടത്തിൻ്റെ പടിവാതിലിൽ തുടങ്ങിയതാണ് തൻ്റെ അനുജത്തി ഭാവനയുടെ സഹപാഠി. ആകർഷണമുള്ള കരിനീല കണ്ണുകളും വിശാലമായ നെറ്റിത്തടവും വട്ടമുഖവും നീണ്ട മൂക്കും മനോഹരമായ ചെവികളും അതിൽ കുണുക്കിട്ട കമ്മലുകളും ചെന്തുണ്ടിപ്പഴങ്ങൾ പോലുള്ള ചുണ്ടുകളും കൊച്ചരിപ്പല്ലുകളും അരമയായി പിന്നിയിട്ട വാർമുടിത്തുമ്പിലായി റോസാപ്പൂവും ചൂടി നല്ല നീളമുള്ളതും ആകർഷകവുമായ മുടിയിഴകളുമായി സുന്ദരികളിൽ സുന്ദരിയായ ശാരിക. അവൾ ഭുവനൻ്റെ എല്ലാമാണ്. അതുപോലെ അവൾക്കും. വളരെ കാലം പ്രേമം നന്നേ രഹസ്യമായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും കഴിഞ്ഞ് വക്കീൽ പണിയിൽ ഔദ്യോഗിക ജീവിതം തുടങ്ങിയിട്ടും അത് രഹസ്യമായി തന്നെ തുടർന്നു. ശാരിക 10ാം ക്ലാസ്സിൽ തന്നെ പഠിപ്പ് നിർത്തി. പഠിക്കാൻ മിടുക്കില്ലാത്തത് കൊണ്ടല്ല, താഴ്ന്ന ജാതിയിൽ പിറന്ന് അവൾക്ക് അച്ഛനില്ല. വീടുകളിൽ അടിച്ചുതെളിക്ക് ശേഷം കിട്ടുന്ന തുച്ഛമായ വരുമാനവും